ഹായ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കാറ്റഗറി നമ്പർ 60/2022 10th പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 55 ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ നമ്മൾ ചെയ്തത്. 56 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാണ്? പയ്യന്നൂര്. ഏതാണ്? പയ്യന്നൂര്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 23. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കേളപ്പൻ. ആരാണ്? കേളപ്പൻ. ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരായിരുന്നു. പയ്യന്നൂർ എങ്ങനെ അറിയപ്പെടുന്നത്? രണ്ടാം ബർദോളി എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന ആരാണ്? പയ്യന്നൂര്. കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ. കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. മൊയ്യാരത്ത് ശങ്കരൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന്. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തി ആരാ? ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തി PC കുഞ്ഞിരാമൻ അടിയോടി. PC കുഞ്ഞിരാമൻ അടിയോടി. പാലക്കാട്ട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചതാരാ? TR കൃഷ്ണസ്വാമി അയ്യർ. കോഴിക്കോട് ജില്ലയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും P കൃഷ്ണപിള്ളയും. കോഴിക്കോട് ജില്ലയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും P കൃഷ്ണപിള്ളയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 57ാമത്തെ ക്വസ്റ്റ്യൻ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? തൃശൂർ ജില്ലയിൽ അല്ലെ. 1936 തൃശൂരിലാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത്. തൃശൂരിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖം ചെട്ടിക്കെതിരായി നടന്ന പ്രക്ഷോഭമാണ് ഏത്? ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം. തൃശൂരില് വൈദ്യുതി വിതരണം ആരെ ഏൽപ്പിച്ചു? ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചു. ആര്? ദിവാൻ ഷൺമുഖം ചെട്ടി. അപ്പൊ ഇദ്ദേഹത്തിനെതിരായിട്ട് നടന്ന പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം അഥവാ ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം. കൊച്ചിയിൽ ഉത്തരവാദിത്വ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭം ഈ ഇലക്ട്രിസിറ്റി പ്രക്ഷോഭമാണ്. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? AR മേനോൻ, ഇക്കണ്ട വാര്യർ, CR ഉണ്ണി. ആരൊക്കെയാണ്? AR മേനോൻ, ഇക്കണ്ട വാര്യർ, CR ഉണ്ണി. ഇവരൊക്കെയാണ് തൃശൂർ 1936 തൃശൂരിൽ നടന്ന ഇലക്ട്രിസിറ്റി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവര്. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാ? അയ്യൻകാളി. ഓപ്ഷൻ ബി അയ്യൻകാളി. എന്നാ ഇത് സ്ഥാപിക്കുന്നത്? 1907 സാധുജന പരിപാലന യോഗം സ്ഥാപിക്കുന്നത്. 1938 ഈ സാധുജന പരിപാലന യോഗം പുലയ മഹാസഭയായിട്ട് മാറി. 38 സാധുജന പരിപാലന യോഗം എന്തെന്നറിയപ്പെടാൻ തുടങ്ങി? പുലയ മഹാസഭയായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. മുഖപത്രം ഏതാണ്? സാധുജന പരിപാലിനി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 59ാമത്തെ ക്വസ്റ്റ്യൻ. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. 1907 അരയ സമാജം സ്ഥാപിച്ചതും 1913 കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചതും പണ്ഡിറ്റ് കറുപ്പനാണ്. എന്തൊക്കെ സ്ഥാപിച്ചു? 1907 അരയ സമാജം സ്ഥാപിച്ചു. 1913 കൊച്ചി പുലയ മഹാസഭയും സ്ഥാപിച്ചു. അതുപോലെ 1913 ഫെബ്രുവരി 14 കായൽ സമ്മേളനം നടത്തിയതും പണ്ഡിറ്റ് കറുപ്പനാണ്. ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ 1913 ഫെബ്രുവരി 14 കായൽ സമ്മേളനം നടത്തിയത്. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് എന്നാ? ഇദ്ദേഹം കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് 1925 26, 27 അദ്ദേഹം അതിൽ അംഗമായിട്ട് തുടർന്നു.
അംഗമാകുന്ന എന്നാണ് ആദ്യം? 1925. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് എന്ത്? സവർണജാഥ. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണജാഥ. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപം ചോദിച്ചാൽ അത് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ചത് ആരാ? മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭൻ. 1924 നവംബർ 1 സവർണജാഥ ആരംഭിക്കുന്നത്. ഇനി നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആരാ? നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് M.E. നായിഡു. ആരാണ്? M.E. നായിഡു. അതുപോലെ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് E.V. രാമസ്വാമി നായ്ക്കരാണ്. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ആരാ? E.V. രാമസ്വാമി നായ്ക്കർ. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നതാണ് E.V. രാമസ്വാമി നായ്ക്കർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 61ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം ഏതാണ്? വൃക്കകൾ അല്ലെ? ഓപ്ഷൻ എ വൃക്കകൾ. 62ാമത്തെ ക്വസ്റ്റ്യൻ, ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. 1. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. 2. ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. 3. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. 4. ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു. ഇതിലേതാണ് നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകള്? 1. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളുന്നു. 3. ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി 1, 3 ഇതിൽ ശരിയായിട്ടുള്ളത്. നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകൾ ഏതൊക്കെയാണ്? ഇന്റർകോസ്റ്റൽ പേശികൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതോടെ വാരിയെല്ലുകൾ താഴും. ഇന്റർകോസ്റ്റൽ പേശികൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതുകൂടെ എന്തുണ്ടാവും? വാരിയെല്ലുകൾ താഴും. പിന്നെയോ ഡയഫ്രം പൂർവ്വസ്ഥിതി പ്രാപിക്കും. അതുപോലെ ഔരസാശയ വ്യാപ്തം കുറയും. ഔരസാശയ വ്യാപ്തം എന്ത് പറ്റും? കുറയും. അപ്പോഴേക്കും ഔരസാശയ മർദ്ദം കൂടും. പിന്നെ വായു പുറന്തള്ളും. ഒന്നുകൂടെ പറയാം. ഇന്റർകോസ്റ്റൽ പേശികൾ എന്ത് ചെയ്യും? പൂർവ്വസ്ഥിതി പ്രാപിക്കും. വാരിയെല്ലുകൾ താഴും. ഡയഫ്രം പൂർവ്വസ്ഥിതി പ്രാപിക്കും. ഔരസാശയ വ്യാപ്തം കുറയും. ഔരസാശയ മർദ്ദം കൂടും. വായു അതോടെ പുറന്തള്ളപ്പെടും. ഇതാണ് നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകൾ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോൾ നടക്കുന്നത്? ഉച്ഛ്വാസ സമയത്ത് നടക്കുന്നത്. ഉച്ഛ്വാസ സമയത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് പ്രവൃത്തിയാണ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം ഏതാണ്? വൈറ്റമിൻ ഡി അഥവാ ജീവകം ഡിയുടെ അപര്യാപ്തതയാണ്. റിക്കറ്റ്സ് അഥവാ കണ എന്ന രോഗത്തിന് കാരണം ജീവകം ഡിയുടെ അപര്യാപ്തതയാണ്. ഇവിടെ ജീവകം എ കൊടുത്തിട്ടുണ്ട്. ജീവകം എയുടെ അപര്യാപ്തത രോഗം ഏതാണ്? സിറോഫ്താൽമിയ, നിശാന്തത. ഇത് രണ്ടും ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് ഏത്? സ്കർവി. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. ഇനി ജീവകം ബിയുടെ അപര്യാപ്തത രോഗം ഏതാ? ബെറിബെറി, വായ്പുണ്ണൊക്കെ ജീവകം ബിയുടെ അപര്യാപ്തത രോഗങ്ങളാണ്. അപ്പം ജീവകം എയുടേത് സിറോഫ്താലിമിയ, നിശാന്തത. ജീവകം സിയുടേത് സ്കർവി. ജീവകം ബിയുടേത് ബെറിബെറി, വായ്പുണ്ണ് എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 64ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? ആൻസർ ഓപ്ഷൻ ബി നിപ്പ, എയ്ഡ്സ്. നിപ്പയും എയ്ഡ്സും എന്താണ്? വൈറസ് രോഗങ്ങളാണ്. 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത്? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏതാണ്? ആർദ്രം. ഓപ്ഷൻ ബി ആർദ്രം. ഇവിടെ കാരുണ്യ പദ്ധതി കൊടുത്തിട്ടുണ്ട്. കാരുണ്യ പദ്ധതി എന്താണ്? ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം,
കരൾ രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർക്ക് വേണ്ടി സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ഒന്നുകൂടെ പറയാം. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, കരൾ രോഗം, ഹീമോഫീലിയ പോലെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വേണ്ടി സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് കാരുണ്യ പദ്ധതി. ഇനി ഇവിടെ താലോലം പദ്ധതി കൊടുത്തിട്ടുണ്ട്. താലോലം എന്താണ്? വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ ഒക്കെ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഇത് താലോലം. 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തതേത്? ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ ബി നൈട്രജൻ. ഏതൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ, ക്ലോറോഫ്ലൂറോ കാർബൺ. ഇതൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ, ക്ലോറോഫ്ലൂറോ കാർബൺ. 67ാമത്തെ ചോദ്യം. വനനശീകരണത്തിന് കാരണമാകാത്തതേത്? വനനശീകരണത്തിന് കാരണമാകാത്തതേത്? എ. റോഡുകളുടെ നിർമ്മാണം, ബി. ഇന്ധനത്തിന്റെ വർദ്ധിച്ച ആവശ്യകത, സി. വ്യാവസായിക വളർച്ച, ഡി. സസ്യപരിപാലനം. വനനശീകരണത്തിന് കാരണമാകാത്താണ് ചോദിച്ചിരിക്കുന്നത്. സസ്യപരിപാലനം അല്ലെ? സസ്യപരിപാലനം വനനശീകരണത്തിന് കാരണമാകാറില്ല. ബാക്കി മൂന്നും വനനശീകരണത്തിന് കാരണമാകുന്നവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏത്? ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം. ഓപ്ഷൻ സി പെട്രോള്. പശ, പ്ലൈവുഡ്, മെഴുകൊക്കെ വനത്തിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനമാണ് പ്രിയങ്ക. ഓപ്ഷൻ ബി പ്രിയങ്ക. പവിത്ര എന്തിന്റെ സങ്കരയിനം വിത്താണ്? പവിത്ര നെല്ല്. നെല്ലിന്റെ സങ്കരയിനം വിത്താണ് പവിത്ര. അർക്ക എന്തിന്റെയാണ്? അർക്ക വെണ്ടയുടേതാണ്. മുക്തിയോ? മുക്തി തക്കാളിയുടേതാണ്. അപ്പൊ പവിത്ര നെല്ല്, അർക്ക വെണ്ട, മുക്തി തക്കാളി. പ്രിയങ്ക എന്താണ്? പാവല്. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? കോഴിക്കോട്. സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോഴിക്കോട്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാ? അത് കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത്. 1. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. 2. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. 3. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. 4. ഒരേ ആറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. തെറ്റാണ് ചോദിച്ചേക്കുന്നത്. 4ാമത് തെറ്റാണ് അല്ലെ? ഐസോബാർ അല്ല, ഐസോടോപ്പ് ആണ്. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. അപ്പോൾ 4ാമത്തെയാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 72ാമത്തെ ചോദ്യം. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം പ്ലവന പ്രക്രിയ. ഇതാണ് പ്ലവന പ്രക്രിയ. ഓപ്ഷൻ സി. സിങ്കിന്റെ അയിരുകളാണ് ഏതൊക്കെ? കലാമിനും സിങ്ക് ബ്ലെൻഡും. സിങ്കിന്റെ അയിരുകളാണ് ഏതൊക്കെ? കലാമിനും സിങ്ക് ബ്ലെൻഡും. അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങൾ എന്തെന്നാ പറയുന്നത്? ഗ്യാങ്. അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളാണ് ഗ്യാങ്. അപ്പൊ അയിരിൽ നിന്ന് ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് സാന്ദ്രണം. അയിരിൽ നിന്ന് ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? അയിരിന്റെ സാന്ദ്രണം. സാന്ദ്രണത്തിന് പല മാർഗങ്ങളുണ്ട്. അതിൽ അപദ്രവ്യ സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന മാർഗമാണ് ഏത്? പ്ലവന പ്രക്രിയ.
അയിരിന്റെ അപദ്രവ്യ സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന മാർഗമാണ് ഏത്? പ്ലവന പ്രക്രിയ. സൾഫൈഡ് അയിരുകളെല്ലാം സാന്ദ്രണം ചെയ്യുന്നത് പ്ലവന പ്രക്രിയ ഉപയോഗിച്ചിട്ടാണ്. സൾഫൈഡ് അയിരുകൾ സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ്? പ്ലവന പ്രക്രിയ. 73ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര? കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ ഓപ്ഷൻ എ 4 ആണ് അല്ലെ. കാൽസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? 1s2, 2s2, 2p6, പിന്നെ 3s2, 3p6, പിന്നെ 3d പോകില്ല. അതിനു മുമ്പ് എവിടെ പോകും? 4s2 പോകും. അപ്പൊ 4s2 അപ്പൊ 20 ആകും. 1s2, 2s2, 2p6, 3s2, 3p6, 4s2. അപ്പോ ബാഹ്യതമ ഷെൽ ഏതാണ്? 4 ആണ് അല്ലെ. 4s2 4 ആണ് ബാഹ്യതമ ഷെല്ല്. അടുത്തത് 74ാമത്തെ ചോദ്യം. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1. ഓപ്ഷൻ ബി 1. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം 1 ആണ്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ് ഏതൊക്കെ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതിൽ ഹൈഡ്രജന്റെ ഏറ്റവും ലളിതമായ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. പ്രോട്ടിയത്തിൽ ന്യൂട്രോണുകൾ ഇല്ല. ഹൈഡ്രജന്റെ ഏറ്റവും ലളിതമായ ഐസോട്ടോപ്പാണ് ഏത്? പ്രോട്ടിയം. പ്രോട്ടിയത്തിൽ ന്യൂട്രോൺ ഉണ്ടോ? ഇല്ല. ഇനി ഒരു ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഏത്? ഡ്യൂട്ടീരിയം. ഒരു ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. 2 ഹൈഡ്രജനുകളുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാ? അത് ട്രിഷ്യമാണ്. ഏതാണ്? ട്രിഷ്യം. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള മൂലകമാണ് ടിന്ന്. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള മൂലകം ഏതാണ്? ടിൻ. ഐസോട്ടോപ്പ് കണ്ടെത്തിയത് ആരാ? ഐസോട്ടോപ്പ് കണ്ടെത്തിയ വ്യക്തി ഫ്രെഡറിക് സോഡി. ഐസോട്ടോപ്പ് ആരാ കണ്ടെത്തിയത്? ഫ്രെഡറിക് സോഡി. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് ഏത്? സോഡിയം ബെൻസോയേറ്റ്. ഓപ്ഷൻ ബി സോഡിയം ബെൻസോയേറ്റ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി കൂട്ടുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാ? ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി കൂട്ടുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അജിനമോട്ടോയാണ്. എന്താണ് അജിനമോട്ടോയുടെ രാസനാമം? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അജിനമോട്ടോയുടെ രാസനാമം ഏതാണ്? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? ഗതികോർജം 4 ഇരട്ടിയാകും. ഓപ്ഷൻ ബി 4 ഇരട്ടിയാകും. ഗതികോർജം കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? ഹാഫ് mv². ഹാഫ് mv² ഉപയോഗിച്ചിട്ടാണ് ഗതികോർജം കാണുന്നത്. എം വസ്തുവിന്റെ മാസ് ആണ്, വി ആണ് പ്രവേഗം. അപ്പൊ ഇവിടെ ഹാഫ് mv² വി എന്താകും? ഇരട്ടിയാകും അല്ലെ. അപ്പം വി 2v ആകും. അപ്പൊ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാക്കാം? ഹാഫ് m 2v² എന്നാക്കാം. 2v ദ ഹോൾ സ്ക്വയർ എന്നാക്കാം. അപ്പൊ നമുക്കത് ലഘൂകരിച്ച് വരുമ്പോൾ ഹാഫ് m 4v² എന്നാകും. ഹാഫ് m 4v² എന്നാകും. അപ്പൊ അതിൽ എക്സ്ട്രാ വന്നിരിക്കുന്ന 4നെ നമുക്ക് പുറത്തോട്ടേക്ക് എടുക്കാം. അപ്പൊ എങ്ങനെ വരും? 4 into ഹാഫ് mv² എന്ന് എഴുതാം നമുക്ക് അല്ലെ. k = അഥവാ ഗതികോർജം 4 into ഹാഫ് mv² എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് അവിടെ എത്ര ഇരട്ടിയായിട്ട് വർദ്ധിച്ചു? 4 ഇരട്ടിയായി. 4 ആയി അല്ലെ. അപ്പൊ 4 ഇരട്ടിയായിട്ട് ഗതികോർജം വർദ്ധിച്ചു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 77. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് എന്ത്? ഭാരം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത്. ഭാരത്തിന്റെ യൂണിറ്റ് ഏതാ? ന്യൂട്ടൺ. ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. എന്താണ് പിണ്ഡം? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. പിണ്ഡത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം അല്ലെ. ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, പിണ്ഡത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം. 78ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഓറഞ്ചിനാണ് തരംഗദൈർഘ്യം കൂടുതൽ.
ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ് തരംഗദൈർഘ്യം കൂടുതൽ? ഓറഞ്ച്. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ഏതാണ്? ചുവപ്പ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ചുവപ്പ്. തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നിറമാണ് വയലറ്റ്. തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നിറം ഏതാണ്? വയലറ്റ്. 80ാമത്തെ ക്വസ്റ്റ്യൻ, ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ്. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ഏതാ? കെൽവിൻ. ഊഷ്മാവിലെ താപനില അല്ലെങ്കിൽ ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ആണ് കെൽവിൻ. ഇവിടെ ജൂള് തന്നിട്ടുണ്ട്. ജൂൾ എന്തിന്റെയൊക്കെ യൂണിറ്റ് ആണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ജൂള്. ഊർജത്തിന്റെ യൂണിറ്റ് ഏതാണ്? ജൂളാണ്. താപത്തിന്റെ യൂണിറ്റും ജൂളാണ്. എന്താണ്? പ്രവൃത്തി, ഊർജം, താപം, ഇതിന്റെയൊക്കെ യൂണിറ്റ് ഏതാണ്? ജൂള്. പിന്നെയോ പവറിന്റെ യൂണിറ്റ് ആണ് ഏത്? വാട്ട്. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. പിന്നെ ഇവിടെ ഡൈൻ തന്നിട്ടുണ്ട്. ബലത്തിന്റെ SI യൂണിറ്റ് ആണ് ഏത്? ന്യൂട്ടൺ. ബലത്തിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ CGS യൂണിറ്റ് ആണ് ഏത്? ഡൈൻ എന്ന് പറയുന്നത്. ബലത്തിന്റെ CGS യൂണിറ്റ് ആണ് ഡൈൻ. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵5 ഡൈൻ ആണ്. ഒരു ന്യൂട്ടൺ എത്രയാണ്? 10⁵5 ഡൈൻ ആണ്. അപ്പം ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോ 80 ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യന്റെ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ PYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. അതിൽ ഞാൻ ഇതിന്റെ PDF ഇട്ടേക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.